കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ പലഹാരം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങാണ്. നല്ല മൂത്ത ഉരുളക്കിഴങ്ങ് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വലിയ ഹോളില്ലേ, അതിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നല്ല തരിതരിയായിട്ട് ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ചുകൂടെ നല്ലത് നല്ല കനം കുറച്ച് ക്രിസ്പിയായിട്ട് കിട്ടും. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് മാറും. ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നല്ല തണുത്ത വെള്ളം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നല്ല ക്രിസ്പായിട്ട് കിട്ടുന്നതിനും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇതേ രീതിയിലൊന്ന് ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് റെഡിയാക്കി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാളയും അതേപോലെ 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല എരിവ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിലും മുളക് പൊടിയുടെ അളവിലും ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ സവോള അരിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ നീളത്തിൽ തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പൊടിപൊടിയായിട്ട് അരിയൽ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കുറച്ച് നീളത്തിലല്ലേ, അപ്പോൾ അതേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സവോളയും അതേ രീതിയിൽ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോയുടെ സ്ലൈസസ് പെട്ടെന്ന് ഫ്രൈ ആവും. ഇതിനനുസരിച്ച് ഫ്രൈ ആവാതെ ഇരിക്കും. അപ്പോൾ എല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് തയ്യാറാക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. 1/2 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഈ അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ വടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി അധികം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പൊടികളെല്ലാം ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലായിടത്തും ഒന്ന് എത്തിക്കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വെള്ളം വാലാനായിട്ട് വയ്ക്കണം. ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഞാനതിനായിട്ട് തണ്ട് ഇതേപോലെ കീറ്റുള്ള ഇതേപോലെ അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടണം. ഇനി ഇത് നമുക്ക് ഉണങ്ങിയൊരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മാവിൽ നന്നായിട്ട് വെള്ളമായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അധികം വെള്ളം ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെള്ളം പോയി കഴിയുമ്പോഴത്തേനും നല്ലൊരു ഉണങ്ങിയ കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അധികമുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് ഒപ്പിയെടുക്കണം. നമ്മളിവിടെ മാവിൻ്റെ അളവ് വളരെ കുറച്ചാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇതുപോലെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇല്ല നിങ്ങളിങ്ങനെ വെള്ളം ഒപ്പിയെടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാവിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് വേഗം മിക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. കൂടാതെ ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലയോ മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇളക്കിയെടുക്കുമ്പോഴത്തേനും കുറച്ചൊരു വെള്ളം നനവ് കുറവുള്ള പോലെ നിങ്ങൾക്ക് തോന്നും. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ തോന്നുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റ് അത്
കറക്റ്റ് പരുവത്തിനായി കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇളക്കുമ്പോഴത്തേന് കുറച്ച് മാവ് പോലെ പൊടി അത്ര നനവില്ലാത്ത പോലെ തോന്നുമെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നന്നായിട്ടത് കറക്റ്റ് പരുവത്തിനായിട്ട് കിട്ടും. ആരും അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴേക്കും വെള്ളമൊന്നും തളിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് വെള്ളം ഉണ്ടാവും. ഇങ്ങനെ ഇളക്കി എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഏകദേശം ഇതേ ഒരു പരുവത്തിൽ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടുന്ന പരുവമാണ്. ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലെ നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 3/4 ഭാഗം എണ്ണയെങ്കിലും വേണം. ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് മുരിഞ്ഞ് കിട്ടാനുള്ളതാണ്. അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ കയ്യിലേക്ക് എടുത്ത് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കയ്യിലേക്ക് എടുത്ത് ഒന്ന് ബോൾ പോലെ ആക്കുകയാണെങ്കിൽ കുറേയധികം എണ്ണ വേണം. നിങ്ങളിതുപോലെ പരത്തി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് പ്രസ് ചെയ്ത് അമക്കണ്ട, അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊന്നും നന്നായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനധികം വേവില്ല. അപ്പോൾ നമ്മൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ നിങ്ങൾ നമ്മുടെ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാൻ നിൽക്കില്ല. അതുപോലെ ഒരേ സമയം കുറേയധികം ഇട്ട് കൊടുക്കൽ. ഒരു 3-4 നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചൊക്കെ നന്നായിട്ട് ഇട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചൊക്കെ ഇടുമ്പോഴേക്കും ഓരോന്നൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പരുവത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 4-5 നമ്മൾ പാത്രത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്കൊന്നത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചിട്ട് കോരിയെടുക്കാവുന്നതാണ്. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കറുത്ത് പോവും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വല്ലാണ്ട് ബ്രൗൺ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ കോരി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടി ഒരു കളർ ഇതിന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുമ്പളകളൊക്കെ കറക്റ്റ് മാറുമ്പോഴേക്കും ഇത് കറക്റ്റ് പരുവായിട്ടുണ്ടാകും. അപ്പോൾ ഇതേ പരുവത്തിൽ ബാക്കിയുള്ള മാവും ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.